ഹായ് ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കാണില്ല കേട്ടോ, ഞാൻ കുറച്ച് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തുറന്നിട്ടതാണ് വിൻഡോ നമ്മുടെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ എന്തിനെ കുറിച്ചായിരുന്നു? നീലയമരി കരിഞ്ജീരകം ഓയിലിനെ കുറിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിച്ചു അതെങ്ങനെയാണ് അത് അതിൻ്റെ ഒരു മെഷർമെൻറ്റ് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ മെഷർമെൻറ്റ് 1 ലിറ്ററിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് ഒരുപാട് റിസൾട്ടുള്ള നമ്മുടെ പ്രോഡക്റ്റാണ് നമ്മുടെ നീലയമരി കരിഞ്ജീരകം കയ്യോന്നി പൂവാങ്കുറുന്നില. അങ്ങനെ ഒരു ആയുർവേദ കൂട്ടുകളുടെ ഒരു നിര തന്നെയുണ്ട്. അപ്പോൾ അത്രയും ഒരു 15ഓ 17ഓ ഉണ്ട് കേട്ടോ. അത്രയും ആയുർവേദ മൂലികൾ ചേർന്നിട്ടുള്ള നമ്മുടെ നീലയമരി കരിഞ്ജീരക ഹെയർ ഓയിൽ. അപ്പോൾ അത് 1 ലിറ്റർ എങ്ങനെയാണ് വീട്ടിൽ കാച്ചെടുക്കാന്ന് ചോദിച്ചിരിക്കണേ. 3-4 വീഡിയോ ഞാൻ വീണ്ടും കാച്ചുമ്പോൾ പറ്റുന്ന സമയങ്ങളിൽ ഇട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അതിപ്പോൾ കാണാം, നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ സെർച്ച് ചെയ്താൽ അറിയാം. അപ്പോൾ അതിന് വിശദമായിട്ട് എത്രയൊക്കെയാന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഞാനിപ്പോൾ ഇന്ന് ചോദിച്ച ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ അവർക്കും അതേപോലെ ഒരുപാട് ഡൗട്ടുകളുള്ള പലരും ഉണ്ട്. പേഴ്സണലി മെസ്സേജും ചെയ്യുന്നവരും വീട്ടിൽ കാഴ്ചയെടുക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടോ. നാട്ടിൻപുറത്ത് താമസിക്കുന്നവർക്ക് സാധനം കിട്ടുമല്ലോ, അപ്പോൾ അവർ കാഴ്ചയെടുക്കട്ടെ. അപ്പോൾ അതിനായിട്ട് 1 ലിറ്ററിന് എത്ര വേണമെന്ന് ഈ എന്താ ചേർക്കുന്ന കുറേ സാധനങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ട്, പൊടി രൂപത്തിലുള്ളതും പിന്നെ നമ്മുടെ ഔഷധ സസ്യങ്ങളും. അപ്പോൾ ഔഷധ സസ്യം വളരെ നല്ല റിസൾട്ട് ഉള്ളതാണ്. ഞാൻ പറയട്ടെ, വളരെ നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ. ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ഓയിൽ തന്നെയാണ് കേട്ടോ. ഒരു ദിവസമൊക്കെ പുരട്ടുമ്പോൾ ഉള്ള മാറ്റമൊക്കെ എനിക്കറിയാം, ആഴ്ചയിൽ 1 ദിവസം പുരട്ടുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ വീഡിയോസിൽ. അപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത്രയും. പിന്നെ മൈഗ്രെയിൻ ഉള്ളവർക്ക് പുരട്ടാമെന്ന് ചോദിച്ചു. ഞാൻ മൈഗ്രെയിൻ ഉള്ള ആളാണ്, ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ചിടാം. വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് അടച്ചിടാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 1 ലിറ്റർ എണ്ണ കാച്ചുമ്പോൾ നമ്മുടെ ഏറ്റവും അധികം ഇതിൽ വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, പൂവാങ്കുറുന്നില കയ്യോന്നി. ഇത് നമുക്ക് ഒരു ഇപ്പോൾ 1/2 ലിറ്റർ കാച്ചുമ്പോൾ 2 പിടിയോളാണ് എടുക്കുക. ഈ കയ്യോന്നിയും പൂവാങ്കുറുന്നില ഇങ്ങനെ കൈ നമ്മൾ ആ വേരോടൊക്കെ പിടിച്ചെടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ 2 പിടി ഉണ്ടാവണം. അപ്പോൾ 1 ലിറ്റർ ആകുമ്പോൾ അതിൻ്റെ ഡബിൾക്ക് വേണം. 1/2 ലിറ്റർ ആകുമ്പോൾ 2 പിടി, അപ്പോൾ അതിൻ്റെ ഡബിൾക്ക് പിന്നെ ബാക്കിയെല്ലാം ഓരോ പിടി അളവിലാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി ആയി 1/2 ലിറ്ററിന് കാച്ചാറ്. അപ്പോൾ അത് 2 പിടിയാക്കണം. പൂവാങ്കുറുന്നലി കയ്യോന്നി 4 ഡബിളാക്കണം പറഞ്ഞല്ലോ. അപ്പം ഇരട്ടിയാണ് വേണ്ടത്. നമ്മൾ മറ്റുള്ള സസ്യങ്ങൾ ഔഷധ സസ്യങ്ങൾ എടുക്കുന്നതിനേക്കാളും ഇരട്ടിയാണ് നമ്മുടെ പൂവാങ്കുറുന്നലിയും കയ്യോന്നിയും വേണ്ടത്. കാരണം അത് നല്ലതാണ്, വളരെ നല്ലതാണ്, വേണം. പിന്നെ നമ്മുടെ അതിനോട് കുറച്ച് ഒരു തൊട്ട് താഴെ അതിലിപ്പോഴേ ഗ്രാം കണക്ക് അങ്ങനെ കൃത്യമായിട്ടല്ല നമ്മൾ ഈ ഔഷധ സസ്യങ്ങളുടെ ഒരു അളവ് എന്ന് പറയുന്നത്. നമ്മൾ കൈപ്പിടി അളവുകളാണ് ഞാനൊക്കെ ചെയ്യാറ് കേട്ടോ. അപ്പം അങ്ങനെയാണ്. ഇപ്പം നമുക്കറിയുന്ന ഡോക്ടേഴ്സൊക്കെ നമുക്ക് പറഞ്ഞു തരാറ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മറ്റുള്ള ഔഷധ സസ്യങ്ങൾ എടുക്കുന്നതിനേക്കാളും 1 പിടിയാണ് എടുക്കുന്നതിനെങ്കിൽ കയ്യോന്നിയും പൂവാങ്കുറുന്നലിയും എത്ര വേണം? 2 പിടി വേണം. ഇനി അതിൻ്റെ ഡബിൾക്കാണെന്ന് വെച്ചാൽ അത് 4 പിടി, ഇത് 2 പിടി, അങ്ങനെ വേണം കേട്ടോ. പിന്നെ നീലയമരി അതിനേക്കാളും കയ്യോന്നിയൊക്കെ 2 പിടിയാണെങ്കിൽ അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമ്മുടെ നീലയമരി വേണം. അതിനൊപ്പം വേണ്ട, എന്നാൽ ഹാഫും അല്ല, അതിനോടും കുറച്ചും കൂടി കൂടിയിട്ട് നീലയമരി. കാരണം എന്താ വെച്ചാൽ വേണ്ടവർക്ക് നീലയമരി അലർജി ഉള്ളവർ അത് ഒഴിവാക്കിക്കോ, പ്രശ്നമില്ല. നീലയമരി നമുക്ക് നല്ല കറുപ്പ് നിറം കിട്ടാൻ മുടിക്ക് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അകാല നിരയൊക്കെ ഇല്ലാതാക്കാനും നരച്ച മുടികൾ കറുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. നിര തൊടിപ്പോയി 1-2 മുടി നരച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ അതിനി ഇനിയും നരയ്ക്കാതിരിക്കാനും അത് കറുക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ നീലയമരി ചേർക്കും. അതുപോലെ മൈലാഞ്ചി, മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്, കറിവേപ്പില, അതൊക്കെ നിങ്ങൾ ഓരോ പിടി എടുക്കുക. 1 ലിറ്ററിനാകുമ്പോൾ 2 പിടി കേട്ടോ. അപ്പോൾ ഇത് 4 ഡബിള്. കയ്യോന്നിയും പൂവാങ്കുറുന്നലി ഡബിൾ ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാന്ന്. 2-3 വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, പോയി കാണാം.
പിന്നെ നമ്മുടെ കറ്റാർവാഴയൊക്കെ 1 ലിറ്ററിന് 2 തണ്ട് മതി. ഒരു അത്യാവശ്യം മീഡിയം വലിപ്പമുള്ള 2 തണ്ട് കറ്റാർവാഴ മതി. അതിനുള്ളിലത്തെ പൾപ്പ് മാത്രം എടുത്താൽ മതി. അതിന്റെ മറ്റേ മഞ്ഞ ലിക്വിഡ് കളയണം, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ട് അത് കളയണം. അത് കളഞ്ഞൊരു പ്രശ്നമില്ല. അതിങ്ങനെ കുത്തിച്ചാരി വെച്ച് കളഞ്ഞതിന് ശേഷം വീണ്ടും കഴുകി അതിന്റെ പൾപ്പ് മാത്രം വീണ്ടും കഴുകിയിട്ട് നമ്മൾ അരയ്ക്കുകയാണ് ചെയ്യണത്. പിന്നെ നെല്ലിക്ക 1/4 കിലോ നമുക്ക് 1/2 ലിറ്ററിലേക്കൊക്കെ ഞാൻ പറഞ്ഞ 5-6 നെല്ലിക്ക 1/2 ലിറ്ററിലേക്ക് എടുക്കാറുണ്ട്. അപ്പൊ അതിനേക്കാളും കൂടുതൽ 10 എണ്ണം ഒക്കെ നമുക്ക് 1 ലിറ്ററിലേക്ക് എടുക്കാം നെല്ലിക്ക കേട്ടോ. മീഡിയം വലിപ്പമുള്ളത് 10 എണ്ണമൊക്കെ എടുക്കാം. പിന്നെന്താ, ചുവന്നുള്ളി 1 കൈപ്പിടിയോളം എടുത്തോ. അതിനൊന്നും പ്രത്യേക ഇതില്ല, നല്ലതാണ്. ചുവന്നുള്ളിയൊക്കെ താരനെ പ്രതിരോധിക്കാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ മുടിക്ക് നല്ലതാണ്. മുടിയുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇപ്പൊ എന്താ പറയാ, ഒരു ബൗള് നിറച്ചെടുത്തോളൂ 1 ലിറ്ററിന് ചുവന്നുള്ളി, നല്ലതാണ് കേട്ടാ. പിന്നെ നമ്മുടെ കറിവേപ്പില, കറ്റാർവാഴ, പിന്നെ തുളസിയും പനികൂർക്കയും അതൊക്കെ ഈ എടുത്തതിനേക്കാളും നമ്മൾ 1/2 ലിറ്ററിനാണെങ്കിൽ 1 പിടി, 1 ലിറ്ററിനാണെങ്കിൽ 2 പിടി, മനസ്സിലായില്ലേ? ആ 2 പിടി ചേർക്കാം കേട്ടോ. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റേ കാര്യങ്ങൾ എത്രയാണോ അതിന്റെ ഡബിളാണ് പൂവാങ്കുറുന്നലിയും കയ്യോന്നിയും എടുക്കേണ്ടത്. അതിന്റെ ഒരു 3/4 വേണം നമ്മുടെ നീലിയമ്മിരി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് ശരിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ കറ്റാർവാഴയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ. അതുപോലെ തെച്ചിപ്പൂന്ന് ഞാൻ ചെത്തി എന്ന് പറയാറ്, മരുന്ന് ചെത്തി. അത് കിട്ടുകയാണെങ്കിൽ അത് ഇട്ടോളൂ. അത് നമ്മുടെ കരിഞ്ജീരകം ഓയിൽ വേറെ നമ്മൾ ഉണ്ടാക്കും, ഈ നീലമരിയൊന്നും കൂട്ടാണ്ട്. അതിലേക്ക് നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്, നെല്ലിക്കും ചെത്തിക്ക് ഇടാറുണ്ട്. മരുന്ന് ചെത്തിയുടെ പൂക്കൾ കിട്ടാൻച്ചിൽ ഇട്ടോളൂ, വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പൊടി രൂപത്തിൽ വേണ്ടത് 2 ടേബിൾ സ്പൂണ് നമ്മുടെ 1/2 ലിറ്ററിന്, മനസ്സിലായോ? 2. അപ്പോൾ 1 ലിറ്റർ ആവുമ്പോൾ ഡബിൾക്ക് എടുക്കുക കേട്ടോ. ഏത് പൊടികൾ? അപ്പം ഉലുവ, കരിഞ്ജീരകം അതൊക്കെ ഒരു 2 ടേബിൾ സ്പൂണായിട്ട് നിങ്ങൾ എടുക്കുക. അതേപോലെ അതിനേക്കാളും എണ്ണയുടെ അളവ് കൂടുന്തോറും അതിനേക്കാളും കുറച്ചും കൂടി കൂട്ടിയെടുക്കുക. പിന്നെ കരിഞ്ജീരകം, ഉലുവയായി. പിന്നെ എന്താ, നമ്മുടെ ലിക്കോറൈസ്, അത് 1 ടേബിൾ സ്പൂൺ മതി 1/2 ലിറ്ററിനൊക്കെ. അപ്പോൾ 1 ലിറ്ററിനാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ കേട്ടോ. ലിക്കോറൈസ് താരനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ്, മുടിക്ക് നല്ലതാണ് കേട്ടോ. പിന്നെ അഞ്ജനക്കല്ല്, ഇതൊക്കെ ഓരോ പിഞ്ച് കേട്ടോ. അത് ലാസ്റ്റ് ഇടാൻ വേണ്ടോ, തീ ഓഫ് ചെയ്തിട്ട്. അഞ്ജനക്കല്ല് നല്ലതാണ്. കർപ്പൂരം 1 തുണ്ട്, ഇതേപോലെ 2 ഒരേ സെയിം അളവാണ്, 1 പിഞ്ച് കേട്ടോ. അതുപോലെ ലിറ്ററിനായാലും 1/2 ലിറ്ററിനായാലും ഒക്കെ അത്ര മതി. 1/2 ലിറ്ററിനായാലും 1 തുണ്ട് കൂടുതൽ നമ്മുടെ 1 ലിറ്ററിന് ഇട്ടോ പ്രശ്നമില്ല. അപ്പം അത്രയും കാര്യങ്ങളാണ്. അപ്പോൾ 1 ലിറ്ററിന് കാച്ചാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ അതിൻ്റെ നീരെടുത്തിട്ടാണ് ചെയ്യാറ്. അതായത് അരച്ച് കലക്കി നീരെടുത്ത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടല്ലോ, പോയി കണ്ടോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തി ആവും. അപ്പം അങ്ങനെ. പിന്നെ എന്നിട്ടാ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഡൗട്ട് ഉള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ പോയി കാണും. ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ലെങ്ത് ആവുമ്പോഴേ അത് ആരും സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടുണ്ട് മനസ്സിലാവാത്ത. നമ്മൾ എത്രയോ വീഡിയോ ഇട്ടിരിക്കണു. നമ്മളിത് ഇപ്പോൾ കുറേ നാളെ തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഹെയർ ഓയിലിൻ്റെ കാര്യം. നമ്മൾ 4-5 പ്രാവശ്യം ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ. പിന്നെ ഇടയ്ക്ക് എടുക്കാൻ പറ്റാറില്ല. അത് നമ്മുടെ കുങ്കുമാതി തൈലം ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ വീണ്ടും സെഫ്രോൺ ചന്ദനം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ബുക്ക് ചെയ്തവർക്ക് കുറച്ച് പേർക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഞാൻ ഇനി അടുത്ത വീക്കിൽ എത്തും കേട്ടോ. കാശാനായിട്ട് നിന്നിട്ടില്ല. സെഫ്രോണൊക്കെ വന്നിട്ട് ഇപ്പോൾ 2 ഡേയ്സ് ആയിട്ടുള്ളൂ. ചന്ദനം ഇന്നേ വന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് വൈകിയത്. അതൊന്നും ഇല്ലാതെ കാച്ചെടുക്കാൻ പറ്റില്ല. അതൊക്കെ വേണ്ടതാണ് കുങ്കുമാതി തൈലത്തിൽ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. ഒരുപാട് സംശയം വീട്ടിൽ കാച്ചണവർക്ക്. അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത്. എന്തിനാണ് ഹെയർ ഓയിൽ എന്ന് ചോദിച്ചത് നിങ്ങൾക്കെല്ലാം അറിയാലോ. അതും ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അകാലം നിറം മാറാൻ, മുടി തഴച്ച് വളരാൻ, പുതിയ മുടികൾ കിളിർക്കാൻ, കിഴാർനെല്ലി അതൊക്കെ വേണം കേട്ടോ. അതൊക്കെ അതിൽ പറയുന്നുണ്ട്. ഔഷധ സസ്യങ്ങളൊക്കെ നിങ്ങൾ വാച്ച് ചെയ്തിട്ട് അതിനനുസരിച്ച് ചെയ്തോളൂ. ഒരുപാട് ഇലകൾ, കറിവേപ്പിലൊക്കെ അളവ് എന്ന് പറഞ്ഞാൽ ധാരാളം ചേർത്തോ പ്രശ്നമില്ല കേട്ടോ. കറിവേപ്പില നന്നായി ചേർക്കാറുണ്ട്. അതിന് മുടി നിരപ്പുള്ളത് കാരണം ചേർക്കാറുണ്ട്. കറിവേപ്പില നമുക്ക് വീട്ടിലുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാനൊക്കെ നന്നായിട്ട് ചേർക്കാറുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലും കുറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. പിന്നെ പല രീതിയിൽ കാച്ചെടുക്കുന്നവരുണ്ട്. അതായത് നമ്മുടെ ഔഷധശാലകളിലൊക്കെ ചില ഡോക്ടേഴ്സ് പറയും അതിൽ ഡബിള് വെള്ളം ഒഴിക്കും. എന്നിട്ട് അവരെടുത്തിട്ട് പിന്നെ അവർ ഇതൊക്കെ ആഡ് ചെയ്യുക. അങ്ങനെ പലതരം ഉണ്ട്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള വലിയ ഫാർമസികളിലൊക്കെ കാച്ചുന്ന രീതിയാണ്. നമുക്കും ചെയ്യാം. പക്ഷെ ഞാൻ വെള്ളം ചേർക്കാറില്ല. അരയ്ക്കണ ആ ഒരു വെള്ളം അത്രേ ഉണ്ടാവാറുള്ളൂ കേട്ടോ.
അപ്പോൾ അങ്ങനെ ചെയ്യണവരുണ്ട്. ഡോക്ടേഴ്സിൽ തന്നെ പലരും പല സൈസിലാണ് പറയണത്, പല രീതിയിലാണ് പറയുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള രീതി ഈ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടുള്ള കാഴ്ചയെടുക്കലൊക്കെ അവർ പറയാറുണ്ട്. നമ്മൾ വീട്ടിലായതുകൊണ്ട് അതൊന്നും വെള്ളമൊന്നും അധികം ചേർക്കാറില്ല. കുറച്ച് അരയ്ക്കണ ഒരു വെള്ളം ആ പരുവം മാത്രമേ ചേർക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു കാര്യമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.